മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. രാവിലെ 11:45 നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ജൻപഥ് 3-ാം നമ്പർ വസതിയിലുള്ള മൃതദേഹം 8 മണിയോടെ ACC ആസ്ഥാനത്തെത്തിക്കും. അന്ത്യവിശ്രമത്തിനായി പ്രത്യേക സ്ഥലം വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകാമെന്നാണ് വിശദീകരണം. നോബൽ മാരിക്കാരൻ ചേരുന്നു ദില്ലിയിൽ നിന്നും. നോബൽ, ഗുഡ് മോർണിംഗ് നോബൽ. ഇന്നിപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് രാജ്യം. 11:45 സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനിടയിലും എവിടെ സംസ്കരിക്കണം എന്ന വിഷയത്തിൽ ഒരു തർക്കം കേന്ദ്ര സർക്കാരുമായി കോൺഗ്രസിനുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തർക്കം പരിഹരിച്ചോ? എന്താണ് കോൺഗ്രസ് പറയുന്നത്? എന്താണ് സർക്കാർ അതിനോട് മറുപടിയായി പറയുന്നത്? നോബൽ, അരുൺ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 11:35 സംസ്കാരം നടക്കുക. ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും അവസാനിച്ചില്ല എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കോൺഗ്രസ് പറയുന്നത് അദ്ദേഹത്തിന് സംസ്കരിക്കുന്ന സ്ഥലം തന്നെ സ്മാരകമാക്കി മാറ്റണം എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ നിഗംബോധ് ഘട്ട് അതൊരു പൊതുശ്മശാനമാണ്. അവിടെയാണ് നിലവിൽ സംസ്കാരത്തിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ വേണ്ട, ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ സംസ്കരിക്കുകയും ആ സ്ഥലം ഇന്ദിരാഗാന്ധിയുടെയും ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെയൊക്കെ പോലെ തന്നെ അത്തരത്തിലൊരു പ്രത്യേക സ്ഥലത്ത് സംസ്കരിക്കുകയും ആ സ്ഥലം സ്മാരകമായി വേണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. സിഖ് പ്രധാനമന്ത്രിയെ, രാജ്യത്തിന്റെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയെ കേന്ദ്ര സർക്കാർ അപമാനിക്കുകയാണ് എന്നും കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിനൊരു മറുപടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലം സ്മാരകത്തിനായി അനുവദിക്കും, ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷമായിരിക്കും ആ സ്ഥലം കൈമാറുക എന്നുള്ളതാണ്. നേരത്തെ 2013 UPA സർക്കാർ തന്നെ അധികാരത്തിൽ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് തന്നെ ഉള്ള സമയത്താണ് പ്രധാനമന്ത്രിമാരടക്കം പ്രധാനപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ അതൊരു പ്രത്യേക സ്ഥലം ഇത്തരത്തിൽ സംസ്കരണത്തിനായി നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തത് എന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. അതുകൊണ്ട് വിവാദങ്ങൾക്ക് ഒരാവശ്യവുമില്ല എന്നാണ് കേന്ദ്രം ഇതിൽ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിലാണ്. കാരണം ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകളും കേന്ദ്ര സർക്കാരുമായി പ്രത്യേക സ്ഥലത്ത് തന്നെ സംസ്കാരവും അതോടൊപ്പം തന്നെ പ്രത്യേക സ്ഥലത്ത് തന്നെ ആ സ്ഥലത്ത് തന്നെ സ്മാരകവും വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കോൺഗ്രസ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ 8 മണിയോടെയാണ് നിലവിലെ ജൻപത്തിലെ വസതിയിലുള്ള ഭൗതിക ശരീരം നേരെ ACC ആസ്ഥാനത്തേക്ക്, കോൺഗ്രസിന്റെ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അവിടെ 8:30 മുതൽ 9:30 വരെ പൊതുദർശനം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പൊതുദർശനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ അതോടൊപ്പം തന്നെ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്ക് മൻമോഹൻ സിംഗിന് അവസാന ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അവിടെ നിന്ന് വിലാപയാത്രയായിട്ടാണ് നിഗംബോധ് ഘട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കുക. പിന്നീടാണ് സംസ്കാര ചടങ്ങുകൾ. സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക സൈനിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്നും പ്രധാനപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി തന്നെ അവിടെ ഉണ്ടാകും എന്നും വ്യക്തമാകുന്നു. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഉച്ചവരെ അവധിയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സംസ്കാരവും സ്മാരകവുമായി ബന്ധപ്പെട്ട വിവാദം ഉടനെ അവസാനിക്കില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാൽ പോലും ഇതുമായി ബന്ധപ്പെട്ട വിവാദം കോൺഗ്രസ് കൂടുതൽ ശക്തമായി പ്രധാനമന്ത്രിയെ കോൺഗ്രസ് പറയുന്നത് എവിടെയാണോ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നത് അവിടെ തന്നെ സ്മാരകം ഉണ്ടാക്കണം എന്ന് പറയുന്നു. അത് രാജീവ് ഗാന്ധിയുടെ വീർഭൂമി, അതല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ശക്തിസ്ഥൽ എന്നിങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ ഇതിനോട് ചേർന്ന് ഒരു സ്ഥലത്ത് അന്ത്യകർമ്മവും നടക്കണം, അതേസമയം തന്നെ അവിടെ സ്മാരകവും വേണമെന്ന് കോൺഗ്രസ് പറയുന്നു. എന്നാൽ രണ്ടും ഒരേ സ്ഥലത്ത് ഇപ്പോൾ നൽകാൻ കഴിയില്ല. അന്ത്യകർമ്മങ്ങൾ നിലംകെട്ടിൽ നടക്കട്ടെ, അതിനുശേഷം എവിടെയാണ് സ്മാരകം നിർമ്മിക്കാമെന്ന് സ്ഥലം വിട്ടു നൽകാം എന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം 11:45 ഇപ്പോൾ നിഗംബോധ് ഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനോട് സമ്മതം അറിയിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും സംസ്കാര ചടങ്ങുകൾ എന്താണെങ്കിലും സമയക്രമം പാലിച്ചുകൊണ്ട് 11:45 നിഗംബോധ് ഘട്ടിൽ തന്നെ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ വിവാദം അവസാനിക്കില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ വീർഭൂമി അല്ലെങ്കിൽ ശക്തിസ്ഥൽ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ സ്മാരകങ്ങൾ നമുക്കറിയാം. അവരുടെയൊക്കെ സംസ്കാരം, അത് രാജീവ് ഗാന്ധിയുടെ ആണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ആണെങ്കിലും സംസ്കാരം നടന്ന സ്ഥലം തന്നെയാണ് പിന്നീട് സ്മാരകമായി മാറുന്നത്. മൻമോഹൻ സിംഗിനും അതേ സാഹചര്യം തന്നെ വേണം, അതേ രീതി തന്നെ പിന്തുടരണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇതിൽ BJP ഉയർത്തുന്ന വാദം, അതായത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ 2013 മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രിയായിരുന്ന UPA സർക്കാരാണ് ഇങ്ങനെ പ്രത്യേകമായൊരു സ്ഥലം സ്മാരകമായി അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്ത് അങ്ങനെ അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. എന്താണെങ്കിലും ആ നിലപാട് ഇപ്പോൾ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അത് വരും ദിവസങ്ങളിൽ BJP തന്നെ അത് കൃത്യമായി ഉയർത്തിക്കൊണ്ട് ഇന്നലെ അതിൻ്റെ ഭാഗമായി തന്നെ കേന്ദ്ര സർക്കാർ ഒരു കുറിപ്പിറക്കിയിരുന്നു. ആ കുറിപ്പിലാണ് വ്യക്തമാക്കുന്നത് മുൻ UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് പ്രത്യേക സ്മാരകം ഇത്തരത്തിൽ വേണ്ട തീരുമാനം എടുത്തത് എന്ന് അറിയിക്കുന്നു. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും അത് തന്നെ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ
വിമർശനങ്ങളെ പ്രതിരോധിക്കാനായിരിക്കും ഈ ഘട്ടത്തിൽ BJPയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു നോബൽ. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ 11:45 നിഗംബോധ് ഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. സ്മാരക സ്ഥലം അവിടെ വേണം, അവിടെ പ്രത്യേകമായി അനുവദിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ കേന്ദ്ര സർക്കാർ നമുക്കത് ആലോചിക്കാം, തൽക്കാലം ചടങ്ങുകൾ നടക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.